ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ വേൾഡ്. ഇന്ന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നൽകുന്നുണ്ട്. ഈ ജ്യൂസ് നമുക്ക് രാവിലെ മിറമൈറ്റിൽ കുടിക്കാവുന്നതാണ്. അത് കുടിക്കുന്നത് വഴിയായിട്ട് നമുക്ക് പ്രമേഹവും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ജ്യൂസിൽ ഈ 2 വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്യാരറ്റിലും ബീട്രൂട്ടിലും വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം പകുതി ഭാഗം കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ ആവശ്യം. ദഹനത്തിനും എല്ലാത്തിനും നല്ലതാണല്ലോ ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില പൊട്ടിച്ചിട്ട് വേഗം വരാം. അതായത് 2 തണ്ട് കറിവേപ്പില മതിയാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലത്. പുറത്തുനിന്ന് വാങ്ങുന്ന കറിവേപ്പിലേക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് 2 തണ്ട് പൊട്ടിച്ചെടുക്കാം. ഇനി വേഗത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില എല്ലാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മധുരം ആഡ് ചെയ്യരുത്. മധുരം ഉപയോഗിക്കാതെ വേണം ഈ ജ്യൂസ് കുടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര്, പകുതി ചെറുനാരങ്ങയുടെ നീര് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം പുതിനയിലയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഹെൽത്തി ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കുള്ള കണക്കാണ് കേട്ടോ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും കൂടുതൽ ആഡ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ആഴ്ചയിൽ 3 തവണ നമ്മൾ ഇത് കുടിക്കുക. അതും മധുരം ഇടാതെ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.